പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ 8 വിഷയങ്ങൾ നാം പഠിച്ചത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ നമുക്ക് പോകേണ്ട യോഗ്യതകളാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നും നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി ഒരുങ്ങുകയും പ്രത്യാശയോടെ കാത്തിരിക്കുകയും നാം ഒരുങ്ങുകയും മറ്റുള്ളവരെ അതിനായി ഒരുക്കുകയും ചെയ്യുവാൻ ഈ വചന കേൾവി ഇടവരുത്തട്ടെ. ഇന്ന് നമ്മൾ 9ാമത്തെ വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു മടങ്ങി വരും. നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും നാം അതിനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുക. പ്രിയരെ, നമ്മുടെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. ഇന്ന് ലോക സംഭവങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചനങ്ങൾ അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എബ്രായലേഖനം 10-ാം അധ്യായം 37-ഉം 38-ഉം വാക്യത്തിൽ വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നു. വായിക്കാം. എബ്രായലേഖനം 10-ാം അധ്യായം 37-ഉം 38-ഉം വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ബൈബിൾ പറയുന്നു, for it in a very little while he who is coming will come and will not delay. ഇത് ദൈവവചനത്തിൻ്റെ വിശ്വാസയോഗ്യമായ തിരുവചനമാണ്. നാം വിശ്വസിക്കുന്നു ഈ തിരുവചനം ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ, ഉറപ്പോടെ പ്രസംഗിക്കുവാൻ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ കഴിയട്ടെ. യേശു മടങ്ങി വരാറായി. ഇവിടെ വായിക്കുന്നത് യേശു മടങ്ങി വരണം. അത് വരും എന്നുള്ളത് സത്യമാണ്, മാറ്റമില്ലാത്ത നിത്യസത്യമാണ്. എന്നാൽ യേശു മടങ്ങി വരുമ്പോൾ അവിടെ പറയുന്ന വിഷയം, വരുവാനുള്ളവൻ വരും, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ബട്ട് my righteousness one shall live by faith. യേശുവിൻ്റെ മടങ്ങി വരവിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഏറ്റവും സൂപ്പർ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി
വിശ്വാസത്താൽ അടുക്കൽ വരണം. Praise the Lord. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. വേദപുസ്തകം പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്താൽ ജീവിച്ച ഭക്തന്മാരുടെ ലിസ്റ്റിൽ നാം കാണപ്പെടണമെങ്കിൽ ഇന്ന് നാം ആ വിശ്വാസത്തിലേക്ക് ഉയർന്നു വരണം. വിശ്വാസമാണ് നമ്മുടെ യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമ്പോൾ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരിൽ വിശ്വാസത്തിന്റെ അളവ് എങ്ങനെ ആയിരിക്കണം? അതതിന്റെ പൂർണ്ണതയിലെത്തണം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകണം. അവസാനം വരെ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. അങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നു. വിശ്വാസത്താൽ മാത്രമേ യേശുവിന്റെ വരവിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് വിശ്വാസത്താൽ മാത്രമേ വചനങ്ങളെ പഠിച്ചവന് കാത്തിരിക്കാൻ കഴിയത്തുള്ളൂ. അവന്റെ വിശ്വാസമാണ് അവനെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് കർത്താവ് ചോദിച്ചത്? യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇത് യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്. പ്രിയരേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് തൻ്റെ ഭക്തന്മാരോട്, വിശുദ്ധന്മാരോട്, സ്ലീഹന്മാരോട് അരുളി ചെയ്ത വാക്കായിരുന്നു. ഇന്ന് വായിക്കുന്ന എനിക്കും നിങ്ങളോടുമുള്ള ദൈവിക ദൂതായത്. മനുഷ്യപുത്രൻ മടങ്ങി വരും. എന്നാൽ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വാക്കു പറയാത്ത ദൈവം യേശു കർത്താവ് അവൻ ഊവെന്നും ഇല്ല ഇല്ല എന്നും പറയുന്നവൻ പറയുന്നു മടങ്ങി വരും. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ യേശു പ്രതീക്ഷിക്കുന്നത്, ആ ചോദ്യത്തിന്റെ അർത്ഥം മനുഷ്യരുടെ ഇടയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വസിക്കാത്തവർക്ക് യേശുവിന്റെ മടങ്ങി വരവിൽ പോകുവാൻ സാധ്യമല്ല. Praise the Lord. Praise the name of Jesus. ഇത് വേദപുസ്തകം സാക്ഷിക്കുന്ന വിഷയമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമത്തിയോസ്, തന്റെ നിജപുത്രനാകുന്ന തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്തെ കുറിച്ചുള്ള സംഭവങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. 1 തിമത്തിയോസ് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ
വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും യേശുക്രിസ്തുവിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, മരിക്കുവാനും എപ്പോഴും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ഉയർത്തിപ്പിടിക്കുന്ന പൗലോസ്ലീഹ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഭാവി കാലത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി. യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരും, അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? ഇത് ഭാവി കാലത്ത് സംഭവിക്കും. ഇത് നമ്മുടെ തലമുറയിൽ നടക്കുന്ന വിഷയമാണ്. നാം അന്ത്യകാലത്ത് ജീവിക്കുന്ന തലമുറയാണ്. പ്രിയരേ, ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കിക്കേ. ഈ വചനം എത്ര സത്യമാണ്. ഇന്ന് നമ്മുടെ തലമുറയിൽ കാണുന്ന വിഷയമാണല്ലോ ഇത്. പ്രിയരേ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. എന്താണ്? വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ലെന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? കൊരിന്ത്യ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണ്. എല്ലാ അനുഗ്രഹങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും നിറഞ്ഞ ദൈവസഭ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ടെസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് ആർ യു ഇൻ ഫെയ്ത്ത് നൗ. ഇന്നലെ നാം വിശ്വാസത്തിലായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. 6 മാസം മുമ്പ് വരെ വിശ്വാസമുണ്ടായിരുന്നു. ബട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ്? യേശു ക്രിസ്തു ഏത് നിമിഷവും മടങ്ങി വരും. പറയാത്ത ദൈവപുത്രൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമായി. പ്രിയരേ, പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിൽ ആകുന്നുവോ ജീവിക്കുന്നത്? അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകയാൽ തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ
ചേർക്കുവാൻ ആകാശമേഘത്തിൽ മധ്യാകാശത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത എങ്ങനെയുണ്ട്? പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുമെന്ന് പറഞ്ഞ അതേ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസത്തെ സൂക്ഷിച്ചു, ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലഭിച്ച വിശ്വാസം, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ലഭിച്ച വിശ്വാസം, തേജോമനായ ദൈവപുത്രനെ പിടിച്ചപ്പോൾ ലഭിച്ച വിശ്വാസം, റോമൻ കാരാഗ്രഹത്തിൽ ഈർച്ചവാളിന്റെ വായ്ത്തലയാൽ അവൻ വിധിക്കപ്പെടുവാൻ കിടക്കുന്ന പൗലോസിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ്, അയ്യോ, ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്നാളാവോളം പ്രയത്നിച്ചു. എനിക്ക് ഇന്ന് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ഓട്ടം ഓടി, എൻ്റെ വിശ്വാസം കാത്തു. പ്രിയരെ, ഇന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നല്ലൊരു അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇന്ന് പകലിൽ ഈ സമയത്ത് നമ്മളെ തന്നെ ശോധന ചെയ്ത് പൗലോസ്ലീഹയോട് ചേർന്ന് നമുക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ, നമ്മുടെ മരണം എപ്പോഴാണെന്നോ യേശുക്രിസ്തു എപ്പം മടങ്ങി വരും നമുക്ക് അറിഞ്ഞുകൂടാ. ബൈ ചാൻസ് നമുക്ക് നമ്മുടെ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മരിക്കുവാൻ ഒരു ചാൻസ് കിട്ടിയാൽ, നമ്മെ തന്നെ ശോധന ചെയ്തിട്ട്, യെസ്, ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു എന്നും എന്നിൽ ഉള്ള വിശ്വാസത്തിന്റെ പ്രത്യാശയെ വിശുദ്ധ തിരുവെഴുത്തിൽ പ്രകാരം ഞാൻ അത് സൂക്ഷിച്ചു എന്നും പറഞ്ഞ് യേശു മടങ്ങി വരാൻ താമസിക്കുകയാണെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് പൗലോസ്ലീഹയുടെ വിശ്വാസം, പൗലോസ് പിടിച്ച പ്രത്യാശ തിമോഥെയോസിന് കൈമാറുന്നത് പോലെ നമുക്കും നമ്മളിൽ ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. May God bless you. ദൈവം നിങ്ങളെ വിളിക്കുന്നു. വിശ്വാസിയെ, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, ആദ്യ കാലഘട്ടത്തിലെ വിശ്വാസം ഇന്നുണ്ടോ? Praise the Lord. ആ വിശ്വാസം ഇന്ന് പകലിൽ ഉണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യുക. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? Praise the Lord. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? എന്താണ് പറഞ്ഞത്? വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നാണ് അവൻ ഇവിടുത്തെ ചോദ്യം. Praise the Lord. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? Hallelujah, hallelujah, hallelujah. Praise the Lord. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന ചോദ്യത്തിന് അവൻ നമുക്ക് ഉത്തരം പറയണം. അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അവൻ വചനം പറയുന്നു. Praise the Lord. വേദപുസ്തകം പറയുന്നു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. വിശ്വാസത്തിന്റെ നീതി വെളിപ്പെട്ട് ലഭിക്കുന്ന വിശ്വസിക്കുന്ന വിശുദ്ധന്മാരിൽ കൂടെ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ സമയമായി. യേശു മടങ്ങി വരും. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? നമുക്ക് ആദ്യകാലങ്ങളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? വചനം പറയുന്നു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. ദൈവത്തിന്റെ വചനത്താൽ നീതിമാൻ ജീവിക്കും. വിശ്വാസത്തിന്റെ അതിമഹത്താകുന്ന ആ ശബ്ദം നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ, ശോധനയുടെ നടുവിൽ, രോഗക്കിടക്കയിൽ, പ്രതിസന്ധിയിൽ വിശ്വാസം നിന്നെ ഉയർത്തട്ടെ. പ്രതികൂലത്തിന്റെ നടുവിൽ വിശ്വാസത്താൽ പ്രവചിച്ചു പറയുക, ഞാൻ ദൈവത്തിന്റെ പൈതൽ വിശ്വാസത്താൽ ജീവിക്കും. യേശു മടങ്ങി വരാറായി. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. യേശു മടങ്ങി വരാറായി. എൻ്റെ നീതിമാൻ
വിശ്വാസത്താൽ ജീവിക്കും. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.